തോട്ടറപ്പുഞ്ച ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നത് കൊണ്ട് തോട്ടറപ്പുഞ്ച നമ്മുടെ വീഡിയോകളിലെ സ്ഥിരം വേട്ടമൃഗങ്ങളിലൊന്നാണ്. ഈ അടുത്ത് കൊടുത്ത കുറച്ച് കണക്ഷനുകളുണ്ട്. അതിൻ്റെ റീഡിംഗ് എടുക്കാൻ പോകുന്ന പോക്കാണ്. നേരെ കാണുന്ന ചെറിയ ഭിത്തിയിൽ 1 മീറ്റർ ഉണ്ട്. പുതിയ കണക്ഷൻ കിട്ടിയത് ചില സന്ദർഭങ്ങളിൽ റീഡിംഗ് കഴിയുന്ന സന്ദർഭങ്ങളിൽ മാത്രമായിരിക്കും നമുക്ക് അറിയാൻ കഴിയും. ഈ ഒരു കണക്ഷൻ കിട്ടിയത് ഈ ഭാഗത്തെ റീഡിംഗ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു. റീഡിംഗ് കഴിയുമ്പോൾ ഇനി ഈ കണക്ഷൻ തപ്പി നടക്കേണ്ട ആവശ്യമില്ല. പുതിയ കണക്ഷൻ വരുന്നത് റീഡിങ്ങിനിടയിൽ കിട്ടിയില്ലെങ്കിൽ പിന്നീട് അവസാനം ആ ഒരെണ്ണം തപ്പി നടക്കേണ്ടി വരും. അങ്ങ് അകലെ കാണുന്ന ആ ഒരു കണക്ഷനും പുതിയതായി കിട്ടിയതാണ്. തോട്ടറപ്പുഞ്ചയുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇറങ്ങുന്നത് തന്നെ ആദ്യമായാണ്. ആദ്യം കണ്ട മോട്ടോർ പുരയിലേക്ക് കുറച്ച് ദൂരമുണ്ട്. പോകുന്ന വഴിക്കുള്ളതാണ് ഈ തോട്. നടന്നവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലാകുന്നത് ഈ ഒരു തോടിന് അപ്പുറമാണ് ആ മോട്ടോർ പുര എന്ന്. കുറച്ചുകൂടി എളുപ്പമെത്താൻ മറ്റൊരു വഴി ഉണ്ടായിരുന്നു. എന്തായാലും നടന്ന് മോട്ടോർ പുരയുടെ ചൂട്ടിൽ തിരികെ പോകുന്നത് എളുപ്പവഴി പോകാം എന്ന് മനസ്സിൽ ഉറപ്പിച്ചു. ഇത്രയും ദൂരം നടന്ന് ഇവിടെ എത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് മോട്ടോർ പുര പൂട്ടിയിട്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഹോൾ വഴി മീറ്റർ കാണാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അതും സാധിക്കുന്നില്ല. ഒരു കാര്യത്തിന് എഫേർട്ട് എടുത്തിട്ട് അതിന് ഔട്ട്പുട്ട് കിട്ടിയില്ല എങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് പൂട്ടിയിട്ടിരിക്കുമ്പോൾ നമുക്ക് ഡോർ ലോക്ക് എന്ന രീതിയിൽ ബില്ല് ചെയ്യാൻ സാധിക്കും. പക്ഷെ അത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടെ എത്തിയിട്ട് റീഡിംഗ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. 2 തവണയിലധികം ഗേറ്റ് ലോക്ക് എന്ന രീതിയിൽ ബില്ല് ചെയ്യുകയും സാധ്യമല്ല. താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുമല്ലോ.